അമ്മ എന്ത് മോക്ക് ഡ്രിൽ? എന്താ മോക്ക് ഡ്രിൽ? വായിച്ചോ നീ വാർത്ത? എന്നിട്ട് എന്താ മനസ്സിലായ മോക്ക് ഡ്രിൽ എന്ന് വെച്ചാല്? ഈ വാക്ക് എവിടെയെങ്കിലും നീ കേട്ടിട്ടുണ്ടോ? ഡ്രിൽ എന്ന് പറയുന്ന വാക്ക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാ? ആ, ഡ്രില്ലിംഗ് മെഷീൻ. അല്ലാതെ ഇല്ല. അപ്പോ ഇന്നത്തെ പത്രത്തില്, ഞങ്ങളുടെ വീട്ടില് മനോരമ പത്രമാണ് കേട്ടോ. അപ്പൊ പത്രത്തില് ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. 2 ദിവസമായിട്ട് എല്ലാവരും കേൾക്കുന്നതാണ്. മോക്ക് ഡ്രിൽ മെയ് 7-ാം തീയതി മോക്ക് ഡ്രിൽ ആണ് എന്നുള്ളത്. രാജ്യത്ത് ഇന്ത്യയിൽ മൊത്തം 244, ഇതിൽ കണ്ടോ, 244 ജില്ലകളിലും ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മോക്ക് ഡ്രിൽ. അപ്പൊ എന്താ മോക്ക് ഡ്രിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാർത്തിക്കുട്ടിക്ക് എന്താ മോക്ക് ഡ്രിൽ എന്ന് മനസ്സിലായിട്ടില്ല. ശരിക്കും മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാര് വളരെ റെയർ ആയിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ എപ്പോഴും യുദ്ധമുള്ള രാജ്യങ്ങളിലൊക്കെ ഇല്ലേ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കേൾക്കുന്ന, അതൊരു അപായ മണിയാണ്. ഇപ്പം സ്കൂളിൽ ബെല്ലടിക്കില്ലേ, 4 മണിക്ക് ഒക്കെ ബെല്ലടിക്കും. അപ്പൊ പള്ളിയിൽ ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ മരണം നടന്നാലൊക്കെ ബെല്ലടിക്കും. അത് സ്കൂൾ വിടാൻ വേണ്ടിയിട്ടൊക്കെ ബെല്ലടിക്കില്ലേ. അപ്പൊ അതൊക്കെ നമ്മളോട് ഓരോ കാര്യങ്ങളല്ലേ പറയുന്നത്. 11 മണിയുടെ ബെല്ലടിച്ചാൽ മൂത്രമൊഴിക്കാൻ പോണം, ഉച്ചയ്ക്ക് ബെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ ചോറിനാൻ പോണം, വൈകുന്നേരത്ത് ബെല്ല്, അതല്ലേ പറയണത്. അതുപോലെ തന്നെ ഒരു വാണിംഗ് ബെല്ല് മുഴക്കുന്നതാണ് മോക്ക് ഡ്രില്ല്. അതിന് മുമ്പായിട്ട് നമുക്ക് തരുന്ന ഒരു സൂചനയാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നീ നോക്ക്, ഈ ആന്റി എവിടെയോ അടിച്ചു വാരുന്ന ചിത്രം കാണുന്നില്ലേ? ബങ്കർ എന്താന്നറിയാ? എങ്ങനെയാ അറിയാ ബങ്കർ എന്താ? യൂട്യൂബില്. അപ്പൊ ബങ്കർ എന്താന്നറിയാ അല്ലെ? സത്യത്തിൽ ബങ്കർ എന്താന്ന് എനിക്കൊരു സംശയമായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ എന്നിട്ട് ഏട്ടനോട് ചോദിച്ചപ്പോഴാണ് ബങ്കർ എന്താന്ന് പറഞ്ഞു തന്നത്. പക്ഷെ കാർത്തിക്കുട്ടിക്ക് അറിയാം ബങ്കർ എന്താന്നല്ല. എന്താ ശരിക്കും ബങ്കർ? ബങ്കർ മീൻസ് ഇങ്ങനത്തെ വീടാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറി അവരെ കൊല്ലാൻ പറ്റും. ബങ്കർ ആണെങ്കിൽ മണ്ണിന്റെ അടിയിലായതുകൊണ്ട് അവർക്ക് എവിടെയാണെന്ന് മനസ്സിലാവില്ല. അപ്പൊ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഈ ശരിക്കും പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിന്റെ സമീപത്തുള്ള ബങ്കറുകൾ വൃത്തിയാക്കുന്ന ഒരു ചിത്രമാണ് ഇന്നത്തെ പത്രത്തിൽ ഉള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ മോക്ക് ഡ്രിൽ. എന്താ മോക്ക് ഡ്രിൽ അറിയോ? മോക്ക് ഡ്രിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യുദ്ധം, ഇപ്പൊ പഹൽഗാം ആക്രമണം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ ഭയങ്കര ആ ഒരു വിഷമത്തിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോ വേണമെങ്കിലും യുദ്ധം ഉണ്ടാവാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങള് സുരക്ഷിതരായിട്ടിരിക്കണം. ഒരു അപകടമൊന്നും പറ്റാതെ, ആരും അധികം മരിക്കൊന്നും ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രയലായിട്ട് നമുക്ക് ബങ്കർ ഇല്ലല്ലോ. എവിടെയെങ്കിലും ബങ്കർ ഉണ്ടോ? ഇല്ല. നമുക്ക് ശരിക്കും ബങ്കറിന്റെ ആവശ്യമില്ല. കാരണം എന്താ, ബങ്കർ എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും യുദ്ധമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇന്ത്യ വളരെ സമാധാനപ്രദമായ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. എല്ലാവരോടും നല്ല ഒരു നയമാണ് ഇന്ത്യക്കുള്ള. അപ്പൊ നമുക്ക് അങ്ങനെ ബങ്കറിന്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ബങ്കർ ഇല്ല. പക്ഷെ നമുക്ക് എന്തുണ്ട്? നമ്മുടെ വീടുകളുണ്ട് അല്ലെ? ആ വീട്ടില് നല്ല സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് നൽകിയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇന്ന് വൈകുന്നേരം. എത്ര മണിക്കാ? 4 മണിക്ക്. ന്യൂസ് നീ അപ്പൊ വായിച്ചിട്ടുണ്ട് അല്ലെ? രാവിലെ ഇപ്പം പത്രം വായിക്കും ചില ദിവസങ്ങളിൽ കേട്ടോ. അപ്പൊ ഇന്നലെ മുതൽ ഈ മോക്ക് ഡ്രില്ലിനെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അവനൊരു സംശയമാണ്. അപ്പൊ വീടുകളിൽ നമ്മൾ സുരക്ഷിതരായിട്ടിരിക്കണം. മോക്ക് ഡ്രില്ലിന്റെ സമയത്ത് 2 ബെല്ലടിക്കും, 2 സൈറൺ മുഴങ്ങും. ഒന്ന് വലിയത്, വൈകുന്നേരം 4 മണിക്ക് സ്കൂളിൽ അടിക്കുന്ന പോലെ ലോങ് ബെല്ല്. അത് ഇപ്പം നമ്മൾ വയനാട്ടിലല്ലേ? വയനാട്ടിലാണെങ്കിൽ അതാത് കേന്ദ്രങ്ങളില് കൊടുത്തിട്ടുണ്ട് എവിടേക്കാ ബെല്ലടിക്കേണ്ടത് എന്നുള്ളത്, അല്ലെ എവിടെ നിന്നാണ് സൈറൺ മുഴക്കേണ്ടത് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കളക്ടറും പിന്നെ നമ്മുടെ ഫയർഫോഴ്സ് ഇല്ലേ അവരും ഒക്കെ ബന്ധപ്പെട്ട്, മന്ത്രിമാരും എല്ലാവരും കൂടി ബന്ധപ്പെട്ട് അത് ചെയ്തോളും. അപ്പൊ ആ ബെല്ല് കേൾക്കുമ്പോ ഞാൻ പറഞ്ഞ 2 ബെല്ലുണ്ട്. ഒന്ന് ലോങ് ബെല്ല്. ആ ലോങ് ബെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകട സൂചനയാണ് തരുന്നത്. രണ്ടാമത്തത് ഷോർട്ട് ബെല്ല്. നമ്മൾ 11 മണിക്ക് അടിക്കുന്ന പോലെ ചെറിയ 2 ബെല്ല് മാത്രം. ആ ചെറിയ ബെല്ല്, അങ്ങനെ 2 തരത്തിലുള്ള ബെല്ലുകളാണ് മോക്ക് ഡ്രില്ലിനുള്ളത്. കുഴപ്പമില്ല, നമ്മൾ സേഫ് ആണ് എന്ന് ചെറിയ ബെല്ല് ഏതാ സൂചിപ്പിക്കുന്നത്.
അപ്പൊ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മോക്ക് ഡ്രില്ല് നിങ്ങളോടും കൂടി ആയിട്ടാണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മോക്ക് ഡ്രില്ലിനുള്ള സൈറൻ മുഴങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീടുകളിലുള്ള എന്ത് ചെയ്യണം കാർത്തി? ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യണം. വെളിച്ചം എന്ന് പറയുന്നത് എന്തിനാ ലൈറ്റ് ഓഫ് ചെയ്യുന്നതെന്ന് അറിയോ? അപ്പോ നമുക്ക് എയർ വഴിയുള്ള ഒരു ആക്രമണം തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കണ്ടുപിടിക്കൂല. അവൻ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പം ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യണം. സൈറൻ മുഴങ്ങുന്ന സമയത്ത് ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്യണം. പിന്നെ വീടില് നമ്മൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ആ സ്ഥലത്തേക്ക് മാറണം. പിന്നെ ജനലുകളും വാതിലുകളും ഇങ്ങനെ വെളിച്ചം കടന്നു പോവാൻ സാധ്യതയുള്ള, പുറത്തേക്ക് പോവാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളും കർട്ടനിട്ടും എന്തെങ്കിലും കാർഡ്ബോർഡ് കഷ്ണങ്ങൾ ഉപയോഗിച്ചും ഒക്കെ അടയ്ക്കണം എന്നാണ് പറയുന്നത്. ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന് എന്താ പറയാന്നറിയോ? അതിനെയാണ് ബ്ലാക്ക് ഔട്ട് എന്ന് പറയാം. ബ്ലാക്ക് ഔട്ട് എന്ന് വെച്ചാൽ മൊത്തം ഇരുട്ടാവുക. അപ്പൊ ഈ ഇരുട്ടാവുക അത് പ്രത്യേകം പറയുന്നുണ്ട്. ഇരുട്ടുണ്ടാകുന്നത് കൊണ്ട് ഇന്ത്യക്കാര് ഭീതിയിലായി എന്നല്ല അതിന്റെ അർത്ഥം. ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ട് ഇത് നേരിടാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു മോക്ക് ഡ്രില്ല് നടത്തുന്നത്. അപ്പൊ അത് മനസ്സിലായോ? ശരിക്കും 1971 ഇന്ത്യയില് ഇതിനു മുമ്പ് ഒരു മോക്ക് ഡ്രില്ല്, ഇന്ത്യ പാക് യുദ്ധ സമയത്താണ് അതും ഒരു മോക്ക് ഡ്രില്ല് നടത്തിയിട്ടുള്ളത്. അപ്പൊ ശരിക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ, വീട്ടിലിരിക്കുന്ന ആളുകള് നമ്മുടെ വീട്ടിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം എന്താണ്? സൈറൻ മുഴങ്ങുന്ന സമയത്ത് ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് വെളിച്ചം പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യാം. പിന്നെ വീട്ടിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറുക. എന്നിട്ട് ആ സ്ഥലത്ത് നമ്മൾ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡും, പിന്നെ വീടുകളിൽ നമ്മൾ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡും ഫുഡും എല്ലാം കരുതേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഈ മോക്ക് ഡ്രിൽ ടൈമിൽ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറെ പെറ്റ്സ് ഒക്കെ ഉണ്ടാവൂലേ? ആ പെറ്റ്സിനെ ഒക്കെ സേഫ് ആയിട്ട് വെക്കാനുള്ള, നമ്മൾ മാത്രം രക്ഷപ്പെട്ടാ പോരല്ലോ, മതിയോ? ഇല്ല, പൂച്ച, പട്ടി, പശു അങ്ങനെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന, നമ്മളങ്ങനെ വളർത്തുന്നില്ലല്ലോ, എന്നാലും അവരും ഇരുട്ടാവുമ്പോൾ സേഫ് ആയിട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ, ജീവനുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ വളർത്തുന്നതും എല്ലാ ഡൊമസ്റ്റിക് ആനിമൽസിനെയും നമ്മൾ സേഫ് ആയി വെക്കാനുള്ള ഒരു വഴിയും കൂടി കണ്ടുപിടിച്ചിട്ട് ഈ മോക്ക് ഇല്ല, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ശരിക്കും നമ്മൾ ആ സമയത്ത് നിലത്ത് ഇങ്ങനെ കിടക്കണം എന്നാ പറയാ മോക്ക് ഡ്രിൽ ടൈമില്. അപ്പൊ പുറത്തേക്കൊന്നും ആരും ഇറങ്ങാൻ പാടില്ല. നമ്മള് ശരിക്കും അപ്പൊ ബങ്കറിൽ പോയി താമസിക്കുന്നത് എന്തിനാ? യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരും മരിക്കാൻ പാടില്ല, ആരെയും ആക്രമിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചാണ് ബങ്കറിൽ, വർഷങ്ങളോളം ബങ്കറിലൊക്കെ താമസിക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ മോക്ക് ഡ്രിൽ ടൈമിൽ ഇത്രയേ ഉള്ളൂ. മോക്ക് ഡ്രിൽ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? വെളിച്ചമൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് വെക്കണം. ഗ്യാസ് പോലും കത്തിക്കാൻ പാടില്ല. ജനലിലെല്ലാം കർട്ടൻ ഇടും. പിന്നെ മൊബൈൽ ഫോൺസിന്റെ ഒന്നും വെളിച്ചം പുറത്തേക്ക് പോവാത്ത രീതിയിലോ, മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ജനലിലും വാതിലിലും ഒന്നും ഒരു ഭാഗത്തു നിന്നും മൊബൈൽ യൂസ് ചെയ്യാതെ എല്ലാവരും, നമ്മൾ ഇന്ത്യക്കാരായ എല്ലാവരും ഈ മോക്ക് ഡ്രില്ലിനോട് വളരെ നല്ല രീതിയിൽ സഹകരിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും ഇതൊരു ഭീതിയോ ഭീകരതയോ ഒന്നുമല്ല. ഇതിനെക്കുറിച്ച് ഓർത്ത് ആരും പേടിക്കുകയും വേണ്ട. പക്ഷെ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും വേണ്ട രീതിയിൽ പാലിച്ച് ഇതുമായി സഹകരിക്കുക. നമ്മൾ സേഫാണ്, നമ്മുടെ കൂടെയുള്ളവരും സേഫാണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുക. ഇപ്പൊ സംശയം തീർന്നോ? ബങ്കറിനെ കുറിച്ച് അമ്മയ്ക്ക് കൂടുതലായിട്ട് അറിയില്ല. പക്ഷെ നമുക്ക് വൈകുന്നേരം അപ്പ വന്നിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഗൂഗിളിലോ വല്ല വീഡിയോസിലോ ഒക്കെ അത് അവിടെ ജീവിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. ബങ്കറിന്റെ ഉള്ളില് ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ബങ്കർ പണിതിട്ടുള്ളത്. ഭക്ഷണവും ആവശ്യത്തിലുള്ള മെഡിസിനും എല്ലാം ഉണ്ട്. ഇല്ലെങ്കിൽ യുദ്ധം കഴിയുന്നവരെ ബങ്കറിന്റെ ഉള്ളിൽ സേഫ് ആയിട്ട് ഇരിക്കുവോ? ഇല്ല, മരിച്ചൊക്കെ പോവില്ലേ? അപ്പൊ ബങ്കറും സേഫ് ആണ്. ഇപ്പൊ നമുക്ക് ബങ്കറൊന്നുമില്ല, പക്ഷെ നമുക്കുള്ള നമ്മുടെ വീട് നമ്മൾ സേഫ് ആക്കി വെക്കണം. കാർത്തിക്കുട്ടിയും കാശിക്കുട്ടിയും വൈകുന്നേരം 4 മണിയാകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. മൊബൈലിൽ കളിക്കാൻ പാടില്ല. മൊബൈൽ തീരെ കളിക്കാൻ പറ്റില്ല കുട്ടികൾ കേട്ടോ. മൊബൈൽ കളിക്കാൻ പാടില്ല. ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ അതേ ബഹളമൊന്നും ഉണ്ടാക്കാതെ വീട്ടില് സേഫ് ആയിട്ട് അമ്മച്ചീന്റെ കൂടെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. കേട്ടോ? അമ്മയും അപ്പയും എല്ലാരും അതൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാം. അപ്പൊ എല്ലാവരും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒന്നും
കമന്റ്സ് ഒന്നും വേണ്ട. ഇത് എന്താ വേണ്ടെന്നല്ല, ചെയ്തില്ലേലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? ഇത് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഇട്ട് കൊടുക്കണം. ഹാവ് എ നൈസ് ഡേ.